സോണിയാഗാന്ധിയുടെ ആത്മകഥാ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നുണ്ട്. അന്താരാഷ്ട്ര പ്രസാധകരായിട്ടുള്ള പെൻഗ്വിനാണ് അതിൻ്റെ പ്രസാധകാവകാശം ഉണ്ടായിരുന്നെങ്കിലും അവർ ഇന്ത്യയിലെ പ്രസിദ്ധീകരണത്തിന് സോണിയാഗാന്ധിയുടെ മുമ്പിൽ ചില നിബന്ധനകൾ വെച്ചു. അതിനകത്ത് ചില മാറ്റങ്ങൾ, തിരുത്തുകൾ ചില പോർഷനിൽ വരുത്തണമെന്ന് അവർ ആവശ്യപ്പെടുകയും സോണിയ അതിൽ തിരുത്തൊന്നും വരുത്താൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും എന്നാൽ ഇന്ത്യയിലെ പ്രസിദ്ധീകരണത്തിൽ നിന്ന് പെൻഗ്വിൻ പിൻവാങ്ങുകയും ചെയ്തു എന്നാണ് വിവരം. പെൻഗ്വിൻ ഇപ്പോൾ ഞങ്ങൾ ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കുന്നില്ല, ഞങ്ങൾക്ക് അതിൻ്റെ കോൺട്രാക്റ്റ് ഇല്ല എന്നൊരു വിശദീകരണമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. ഇന്ത്യയിൽ വേറെ ചില കമ്പനികൾ ഓൾറെഡി അതിനകത്ത് വരുന്നു. മറ്റേ അന്താരാഷ്ട്ര രംഗത്ത് ഇപ്പം US ബേസ്ഡ് ആയിട്ടുള്ള പ്രസാധക അവകാശം നേടിക്കഴിഞ്ഞിട്ടുള്ള പെൻഗ്വിൻ അതിൻ്റെ പ്രസിദ്ധീകരണത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും സോണിയാഗാന്ധിയെ പോലെ ഒരു ടവറിംഗ് ലീഡറോട് അവർ എഴുതിയിട്ടുള്ള ഓർമ്മ പുസ്തകത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ വെട്ടണം, ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കണമെങ്കിലെന്ന് പെൻഗ്വിൻ പോലെ ഒരു കമ്പനി പറയുന്നുണ്ടാവുക? നേരത്തെ നരവനയുടെ MM നരവൻ എന്ന് പറഞ്ഞ നമ്മുടെ ചീഫ് ഓഫ് സ്റ്റാഫിൻ്റെ, ആർമി ചീഫ് ഓഫ് സ്റ്റാഫിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോഴും അതിനകത്ത് ചൈനീസ് പട ഇന്ത്യയിലേക്ക് ഇൻവേഷന് കടന്നു വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് മോദിയുടെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമെന്ന് മറുപടി പറഞ്ഞു എന്ന് അദ്ദേഹം എഴുതിയത് വലിയ വിവാദം ഉണ്ടാക്കിയ ഒന്നാണ്. അത് ആ കമ്പനിയെ എങ്ങനെയാണ് ബാധിച്ചത് നമ്മൾ കണ്ടു. BBC-യുടെ ഡോക്യുമെൻ്ററി BBC എങ്ങനെയാണ് ബാധിച്ചത് നമ്മൾ കണ്ടു. ഇതിന് മുൻപും പെൻഗ്വിൻ ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകങ്ങളുടെ പേരിൽ വലിയ പ്രശ്നങ്ങളിൽ പെടുകയും പുസ്തകം പിൻവലിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സോ അവർ ആ റിസ്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് സാധാരണ നിലയ്ക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അജിംസ് എന്താണ് തോന്നുന്നത്? അല്ല, പെൻഗ്വിൻ ഇപ്പോൾ പുതുതായിട്ടല്ല വിഭാഗത്തിൽ വരുന്നത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചത് നരവനയുടെ പുസ്തകത്തിൽ ചൈനയുടെ ഇൻട്രൂഷനെ സംബന്ധിച്ചുള്ള പരാമർശം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു പുസ്തകം ഇറക്കിയിട്ടില്ല എന്ന് പെൻഗ്വിൻ പറഞ്ഞു. പക്ഷേ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിന് മുമ്പിൽ ഈ പുസ്തകമായിട്ട് വന്നു, ഇതാണ് പുസ്തകം, നിങ്ങൾ ഇറക്കിയ പുസ്തകമാണ്, പക്ഷേ ഇന്ത്യയിൽ അത് വിതരണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇന്ത്യയിൽ സെൻസർഷിപ്പ് ഉണ്ട് എന്നുള്ള കാര്യം ലോകം മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. ഇത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. മാധ്യമങ്ങളെ സെൻസർ ചെയ്യുന്നുണ്ട്, പ്രസാധകരെ സെൻസർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പെൻഗ്വിൻ പോലൊരു സ്ഥാപനം ഒരു ആഗോള സ്ഥാപനമാണ്, അവർ വലിയ കോൺഗ്ലോമറേറ്റാണ്, അവർക്ക് പല വിധത്തിലുള്ള പബ്ലിഷിംഗും ഉണ്ട്. അവിടെയൊന്നുമില്ലാത്ത ഒരു സെൻസർഷിപ്പ് ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ് ഉന്നയിക്കപ്പെടുന്ന ഒരു പ്രശ്നം. ഇപ്പോൾ വീർ സിംഗ്വി, ജേർണലിസ്റ്റാണ് വീർ സിംഗ്വി എഴുതുന്നുണ്ട്, ഞാൻ തന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് എത്രയോ പുസ്തകം എഴുതുന്നുണ്ട്, എൻ്റെ ഒരു പുസ്തകവും ഇവരാരും എഡിറ്റ് ചെയ്തിട്ടില്ല, പിന്നെ സോണിയാഗാന്ധി എന്തുകൊണ്ട് എഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അത് ശരിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സോണിയയുടെ പുസ്തകം ഭരണകൂടത്തിന് അലോസരം ഉണ്ടാകുന്ന എല്ലാവർക്കും അറിയാം, അവരെഴുതുന്നത് എന്താണെന്നും എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്നിപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് എന്താണ് പെൻഗ്വിൻ ഇതിൽ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിൽ പിന്മാറാൻ കാരണം എന്നുള്ളതിനെക്കുറിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്ന കാര്യം 3 കാര്യമാണ്. ഒന്ന്, ചൈനയുടെ ഇന്ത്യയുടെ അതിർത്തി കടന്നു കയറിയ ആ സംഭവം, ഗാൽവൻ വാലി ഇഷ്യൂവിനെ കുറിച്ച് സോണിയാഗാന്ധി വിശദമായി പറയുന്നുണ്ട്. കാരണം അവരത് പാർലമെൻറ്റിൽ പലതവണ ഉന്നയിച്ചതാണ്, സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും. സ്വാഭാവികമായിട്ട് ആ വിഷയം ഭരണകൂടത്തിന് അലോസരം ഉണ്ടാകുന്നതായിരിക്കും, അത് ചിലപ്പോൾ നീക്കം പറഞ്ഞിട്ടുണ്ടാകും. 3ഓ 4ഓ അധ്യായങ്ങൾ നീക്കം ചെയ്യണമെന്നാണ് പറഞ്ഞത്. സോണിയ അതിന് വഴങ്ങിയിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, RSSനെ കുറിച്ചൊരു അധ്യായമുണ്ട്, അതും ഉറപ്പായും മോദിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കില്ല. മൂന്നാമത്തത് ഈ പറയുന്ന മോദിയെക്കുറിച്ച് തന്നെയുള്ളൊരു അധ്യായമുണ്ട്. അതായത് നരേന്ദ്രമോദി ഏതൊക്കെ തരത്തിലാണ് തന്നോട് എൻഗേജ് ചെയ്തത് എന്നാണ്. നരേന്ദ്രമോദി ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്ന നിലയിൽ തന്നോട് എങ്ങനെ എൻഗേജ് ചെയ്തെന്ന് വിശദീകരിക്കുന്ന ഒരു അധ്യായമുണ്ട്. നമുക്കറിയാം 2004 നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ സോണിയാഗാന്ധിയെ ജേഴ്സി കൗ എന്നാണ് വിളിച്ചത്, ജേഴ്സി പശു എന്നാണ് വിളിച്ചത്. കോൺഗ്രസ് കി വിധവ കിത്തന മിലി എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ പ്രസംഗിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അത്തരം സംഭവങ്ങൾ തീർച്ചയായിട്ടും എഴുതുന്നുണ്ടാകും. അതൊന്നും മോദിക്ക് ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല. ഞാൻ ആ പുസ്തകത്തെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതിന് കാരണം, ഇപ്പോൾ നെഹ്റു ഫാമിലിയിലെ ഏറ്റവും ടവറിംഗ് ലീഡർ എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു തന്നെയാണ്. അപ്പോൾ അതിനുശേഷം ഇന്ദിരാഗാന്ധി അതിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നു, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നു, രാജീവ് ഗാന്ധി വരുന്നു, പിന്നീട് സോണിയാഗാന്ധി വരുന്നു, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കയ്യിലെത്തിയിരിക്കുകയാണ്. ഓക്കെ, ഈ ആളുകളിൽ നെഹ്റു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും സെക്യുലറായിട്ടുള്ള ലീഡറാണ് സോണിയാഗാന്ധി. അത് പറയാനുള്ളൊരു കാരണം, ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് കോൺഗ്രസ് ഇന്ദിരാഗാന്ധി RSSുമായി എൻഗേജ് ചെയ്യുന്നത്, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം. അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് RSSകാരെ ജയിലിലിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് RSSകാർ തന്നെ ഇന്ദിരാഗാന്ധിയുടെ പോയി നിവേദനം കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ അടങ്ങി ഒതുങ്ങിയിരുന്നോളാം, ഞങ്ങൾ പുറത്തിടണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ RSSുമായി അങ്ങനെ ഒരു എൻഗേജ്മെൻറ്റ് ഇന്ദിരാഗാന്ധി നടത്തിയിട്ടുണ്ട്. പിന്നീട് രാജീവ് ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ രാജീവ് ഗാന്ധിയോട് ഇന്ദിരാഗാന്ധി കൊടുക്കുന്ന ഉപദേശം ഇതാണ്, RSSനെ ഉപയോഗിച്ചോളൂ, പക്ഷേ സൂക്ഷിക്കണം, അവന്മാർ പ്രശ്നക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട്. നമുക്കറിയാം ഇന്ദിരാവധത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ RSS പരസ്യമായി കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തതാണ്. കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റ് നേടുന്നത് പോലും RSS സപ്പോർട്ട് കൂടിയാണ്. അപ്പോൾ അതിൻ്റെ കഥകൾ മറ്റേ റഷീദ് കിദ്വായുടെ പുസ്തകത്തിലുണ്ട്, 24 അക്ബർ റോഡ്. അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് രാജീവ് ഗാന്ധി RSSന് ദൂതനെ അയച്ചത്. അപ്പോൾ ഈ RSSുമായിട്ടുള്ള സമീപനത്തിൽ ഇന്ദിരാഗാന്ധിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനം. സോണിയ ഒരു വീട്ടമ്മയായിരിക്കെ തന്നെ ഇത് ശരിയായ ഇടപാടല്ലല്ലോ എന്ന് ഇന്ദിരാഗാന്ധിയോട് സോണിയാഗാന്ധി ചോദിച്ചു എന്നാണ് റഷീദ് കിദ്വായി അതിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ
ഇന്ദിരാഗാന്ധിയുടെ മറുപടി ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന് പറയുന്ന പുസ്തകത്തിലും വിഷയമുണ്ട്. വിശദമായ പരാമർശങ്ങളുണ്ട്. യെസ്. അപ്പോൾ RSS-ഉം അതിന് സോണിയയോട് ഇന്ദിര കൊടുക്കുന്ന മറുപടി, നീ ഒരു ഹൗസ് വൈഫ് അല്ലേ, ഇത്രയും ഭാരിച്ച കാര്യങ്ങൾ അന്വേഷിക്കുന്നു എന്നാണ് ചോദിച്ചത്. പക്ഷേ അവിടെ മുതൽ ബാബരി മസ്ജിദിൻ്റെ തകർച്ച വരെയുള്ള വിഷയങ്ങളിൽ സോണിയാഗാന്ധിക്ക് അതിശക്തമായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അവരത് ഇൻസൈഡ് അവരുടെ വീടിനകത്തും അതുപോലെ കോൺഗ്രസ് പാർട്ടിയിലെ പലരോടും അവരത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്ര ശുദ്ധമായ സെക്യുലർ സ്റ്റാൻസ് ഉള്ളൊരു രാഷ്ട്രീയ നേതാവാണ് സോണിയാഗാന്ധി. അവസാനം വന്ദേ മാതരം അതൊക്കെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം. അപ്പോൾ പിന്നീട് രാജീവ് ഗാന്ധിയുടെ വാദത്തിന് ശേഷം അവരോട് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ അവർ നിരസിക്കുകയാണ് ചെയ്തത്. പ്രധാനമന്ത്രി ആവാമായിരുന്നു അവർക്ക് വേണമെങ്കിൽ അവരത് നിരസിക്കുക ചെയ്തത്. പ്രധാനമന്ത്രി ഇപ്പോൾ ഈ വീർ സിംഗുമായിട്ട് നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട്, ഈ രാഷ്ട്രീയത്തിൽ വരുന്നത് പ്രധാനമന്ത്രി ആവാനാണ് എന്ന് ഇന്ത്യയിൽ പലരും ധരിക്കുന്നുണ്ടാവും. ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളല്ല. എനിക്ക് പ്രധാനമന്ത്രി ആവുക എന്നുള്ളതിൻ്റെ ലക്ഷ്യമേ അല്ല. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് മറ്റൊരു പല കാര്യങ്ങൾക്കും വേണ്ടിയാണ്. അപ്പോൾ UP 1-2 സർക്കാരുകളുടെ കാലത്ത് ദേശീയ ഉപദേശക സമിതി അധ്യക്ഷ എന്ന നിലയിൽ അവർ രാജ്യത്തിന് ചെയ്ത സേവനം ചെറുതല്ല. നമ്മൾ ഇന്ന് പലരും കൊട്ടിഘോഷിക്കപ്പെടുന്ന ഈ തൊഴിലുറപ്പ് പദ്ധതി മുതൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് മുതൽ ഭക്ഷ്യസുരക്ഷാ ബിൽ മുതൽ ഇതുപോലുള്ള കാര്യങ്ങൾ സർക്കാരിന് സജസ്റ്റ് ചെയ്യുകയും അതിലേക്ക് വേണ്ട കൺസൾട്ടേഷൻ നടത്തുകയും അതിനുവേണ്ടി എക്സ്പെർട്ടൈസിനെ സംഘടിപ്പിക്കുകയും ചെയ്തത് സോണിയാഗാന്ധി ഒറ്റയ്ക്കാണ്. അവരാണ് ഇവരെയൊക്കെ കേട്ടത്. അപ്പോൾ അത്രയും ഇന്ത്യക്ക് അത്രമാത്രം സംഭാവന നൽകിയ ഒരു സ്ത്രീയാണ്. മൻമോഹൻ സിംഗിനെ പോലെ പ്രധാനമന്ത്രി സംഗതിയല്ലേ. അതുമാത്രമല്ല ഈ ഒരു കാലം സോണിയാഗാന്ധി ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തെ രാഷ്ട്രീയ ചരിത്രം അവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അവർക്ക് കുറേ അധികം കാര്യങ്ങൾ നമ്മോട് പറയാനുണ്ടാവും. തീർച്ചയായും ഇപ്പോൾ ഹാർപ്പർ കോളിൻസ് ആ പുസ്തകം ഇറക്കാൻ പോകുകയാണെന്ന് കേൾക്കുന്നു. അതും ചിലപ്പോൾ ഭരണകൂടം സമ്മതിക്കുമെന്നറിയില്ല. അവരും സെൻസർഷിപ്പിൻ്റെ പ്രശ്നമായിട്ട് വരും. എത്രത്തോളം അവർ വഴങ്ങുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ആ പുസ്തകം ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇതിനകത്ത് ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ MM നരവനയുടെ 4 Stars of Destiny മാത്രമല്ല, മുസാഫറാബാദ് റയറ്റ്സിനെ കുറിച്ചുള്ള ജോസാക്കോയുടെ പുസ്തകം, അത് ഗ്രാഫിക് നോവലാണ്. അത് അങ്ങനെ തന്നെ പിൻവലിച്ചു. പബ്ലിഷ് ചെയ്തല്ലോ പെൻഗിൻ. ഇനിയും പറയാൻ പോകുന്നത് പെൻഗിനെയാണ്. ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി ഓഫ് ഹിന്ദുസ്, അത് മറ്റൊരു എഴുത്തുകാരൻ്റെ, അതും പിൻവലിച്ചു. ഇത് ഇനി പെൻഗിൻ മാത്രമാണോ? അല്ല. നിങ്ങൾ അക്രോസ് പബ്ലിഷിംഗ് വേൾഡ് എടുത്ത് നോക്കൂ, വിറച്ചാണ് നിൽക്കുന്നത്. മുമ്പ് നമുക്ക് അടിയന്തരാവസ്ഥ കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള, അതിനുശേഷവും അതിനു മുമ്പും വളരെ സ്വച്ഛന്തമായി ആളുകൾ ഓപ്പറേറ്റ് ചെയ്തിരുന്ന ഒരു ഫീൽഡാണ് ലിറ്റററി ഫിക്ഷൻ, നോൺ ഫിക്ഷൻ. ഇത് രണ്ടും നശിപ്പിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാലത്ത് നിങ്ങൾ പെൺകുനെ മാത്രമായിട്ട് തെരുവിളിക്കണ്ട. എവിടെയെങ്കിലും നിങ്ങൾ കാണും BBC മോദിക്കെതിരെ ഒരു ഗോദ്ര കലാപത്തെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി എന്തിൻ്റെ പേരിലോ ആവട്ടെ, അത് എയർ ചെയ്ത് പിറ്റേ ദിവസം BBC റെയ്ഡാണ്. ഒരു ഉളുപ്പുമില്ല എന്നുള്ളതാണ്. അതിനെന്താ കുഴപ്പം? റെയ്ഡല്ലേ, റെയ്ഡ് പരിശോധനയല്ലേ, പരിശോധന ആർക്കാണെങ്കിലും നടത്താമല്ലോ, കുറ്റമില്ലെങ്കിൽ മറയ്ക്കുന്നത് എന്തിനാ എന്ന മട്ടിലുള്ള നറേറ്റീവാണ് ഇവിടുത്തെ സെൻട്രൽ സ്റ്റാൻഡ് പിടിക്കുന്ന ബുദ്ധിജീവികളടക്കം പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു കാലത്തിലേക്ക് നമ്മളെത്തി. സിനിമ, ജാനകി എന്ന പേര് ഒരു നായികയ്ക്ക് ഒരു കാരണവശാലും ഇടാൻ പാടില്ലെന്നും ജാനകി എന്ന പേര് സിനിമയ്ക്ക് ഇടാൻ പാടില്ലെന്നും പറഞ്ഞ അബ്സർഡായിട്ടുള്ളൊരു സാധനം അത് ജയിച്ചു. അത് നടപ്പിലാക്കാൻ ശ്രമിച്ചു മാത്രമല്ല, അത് നടന്നു. അവസാനം അവർ പേരും പിൻവലിച്ച് കഥയുടെ ഇതും പിൻവലിച്ച് ഓടി സിനിമാക്കാർ. കോടതി ഇടപെട്ടിട്ട് പോലും, കോടതി വേണമെങ്കിൽ ഞങ്ങൾ ശരിയാക്കി പറഞ്ഞു, വേണ്ട സാർ, ഞങ്ങൾക്ക് ഇത് മതി സാർ, ഞങ്ങൾക്ക് ഈ പേര് വേണ്ട സാർ എന്ന് പറഞ്ഞ് നിർമ്മാതാക്കൾ സിനിമയും കൊണ്ട് ഓടി. ആ ലോകത്താണ്, ആ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. മോദിയുടെ ഇന്ത്യയിൽ ഇതല്ല, ഇതിൻ്റെ അപ്പുറവും നടക്കും. നമ്മൾ അന്ന് ഞെട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഞെട്ടലൊക്കെ അന്ന് തീർന്നതാണ്. ഇതൊക്കെ ചെറുത്. അതായത് സോണിയാഗാന്ധിയുടെ പുസ്തകത്തിലെ 2-3 ചാപ്റ്റർ ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ആവശ്യപ്പെട്ടിട്ട് പോലും ഉണ്ടാവില്ല. രാജാവിന് തിരുവള്ളക്കേട് തോന്നിയാലോ എന്ന ഭയത്തിൽ സെൽഫ് സെൻസർഷിപ്പിൻ്റെ കാലത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അതായത് ഈ മോദിയുടെ കാലത്ത് അടിയന്തരാവസ്ഥ കാലം പോലെ തന്നെ, അടിയന്തരാവസ്ഥ കാലത്താണ് കിസ്സ കുർസിക എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടാകുന്നു. ആ സിനിമയുടെ പ്രിൻ്റ് അടക്കം കത്തിച്ച് കളഞ്ഞ ഇതേ ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ കാലം. അതും ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകേണ്ട ഒരു കഥയാണ്. അതിനുശേഷം 2014 ഇന്ത്യ ഭരിച്ചു തുടങ്ങിയ മോദിയുടെ കാലത്ത് ആദ്യത്തെ കുറേ കാലം വരട്ടിയാൽ മതിയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജാനകി എന്ന പേരുള്ള ഒരു സിനിമ കഥാപാത്രം ഇനി ഇന്ത്യൻ സിനിമയിൽ ഉണ്ടാവില്ല. അതുമായി എന്തെങ്കിലും വിദൂര ഛായയുള്ള എന്തെങ്കിലും ഒരു കഥ ഉണ്ടാകുമോ? ഉണ്ടാകില്ല. മലയാള സിനിമയിൽ ജാനകി എന്നുള്ള പേര് വേലക്കാരുടെ ആസ്ഥാന നാമമാണ്. അതെ, ഒന്നും ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ കൊക്രോച്ച് ജനതാ പാർട്ടിയുടെ വലിയ സമരം നടക്കുമ്പോൾ അമീർ ഖാൻ അഭിനയിച്ച ഇന്ത്യയിലെ ആംസ് ഡീലിനെ കുറിച്ചൊക്കെ ഭയങ്കര വിമർശനാത്മകമായി സംസാരിക്കുന്ന ഒരു സിനിമയുണ്ട്. ഒരു പേര് പെട്ടെന്ന് എൻ്റെ
സർഫറോഷാണ്. സർഫറോഷി കി തമന്ന എന്ന് പറഞ്ഞ കവിത അതിനകത്ത് വരുന്നുണ്ട്. സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ ഒരു സിനിമ ഇനി നമുക്ക് ചെയ്യാൻ പറ്റില്ല, വരില്ല. അപ്പോൾ സെൽഫ് സെൻസർഷിപ്പിൻ്റെ ഒരു കാലത്ത് പെൺഗിനല്ല, പെൺഗിൻ്റെ മൂത്താപ്പ അടക്കം ഇത്തരം സാധനങ്ങൾ പിൻവലിച്ചേ പോകൂ. നമ്മൾ അങ്ങനെ ഒരു കാലത്താണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിൽ പിള്ളേർ കാണിച്ച പോലെ മൈക്ക് വെച്ച് കെട്ടി മോദി പറഞ്ഞ മണ്ടത്തരങ്ങൾ നാട്ടിൽ മുഴുവൻ വിളിച്ചു പറയുന്ന, ചിരിക്കുന്ന, തെറി പറയുന്ന, തമാശ, മോദിക്കെതിരെ തമാശ പാട്ട് പാടുന്ന വേറൊരു പ്രൊട്ടസ്റ്റ്. മുഖ്യധാര ആ സംവേദന ഉപാധികളെല്ലാം മോദിയുടെ കക്ഷത്താണ്. യെസ്. എന്തായാലും സോണിയാഗാന്ധിയെ പോലൊരു വലിയ നേതാവിൻ്റെ ഓർമ്മ പുസ്തകം, ആത്മകഥാംശമുള്ള പുസ്തകം, അത് വെട്ടാൻ ഒരു ഏജൻസി തയ്യാറാവുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്തായിരിക്കും എന്നറിയാൻ ഇന്ത്യയിലെ വായനക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ലേ? അത് കാത്തിരിക്കുകയാണ് നാം എല്ലാവരും.